പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തൊരു ടോപ്പിക്കാണ് അബ്നോർമൽ മോളാർ മാസസ്. എന്താണ് അബ്നോർമൽ മോളാർ മാസസ് എന്നൊന്ന് നോക്കാം. നമ്മൾ കണ്ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിച്ചപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ നമ്പറിനെ സൊല്യൂട്ടിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണെന്ന്. എന്നാൽ നമുക്ക് ചില സൊല്യൂട്ട്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് അയോണിക് കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം അയോൺസും ക്ലോറിൻ അയോൺസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1 mole പൊട്ടാസ്യം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ ആൻഡ് ഫോം 1 mole പൊട്ടാസ്യം അയോൺ ആൻഡ് ഓൾസോ 1 mole ക്ലോറിൻ അയോൺ എന്ന്. ഇവിടെ നമുക്ക് കാണാം സൊല്യൂട്ടായിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നു. 1 mole പൊട്ടാസ്യം ക്ലോറൈഡ് എന്തായി മാറുന്നു? 1 mole പൊട്ടാസ്യവും ക്ലോറിൻ Cl- അയോണുമായിട്ട് മാറുന്നു. ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എന്ന് പറയുന്നത് 2 ആയി മാറുന്നു. 1 ഉണ്ടായിരുന്ന എന്തായിട്ട് മാറുന്നു? 2 ആയി മാറുന്നു എന്ന് കാണാം. ഇതൊരു ഡിസോസിയേഷൻ എക്സാമ്പിളാണ്. എന്നാൽ അടുത്ത ഒരു സൊല്യൂട്ടായിട്ടുള്ള അസിറ്റിക് ആസിഡിനെ കൺസിഡർ ചെയ്യൂ. അസിറ്റിക് ആസിഡിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അസിറ്റിക് ആസിഡിൻ്റെ 2 മോളിക്യൂൾസ് ഓഫ് അസിറ്റിക് ആസിഡ് ജോയിൻ ചെയ്തുകൊണ്ട് CH3COOH ട്വൈസ് ആയി മാറുന്നു. ഇവിടെ നമുക്ക് കാണാം 2 മോളിക്യൂൾ അസിറ്റിക് ആസിഡ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡൈമറൈസ്ഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് നോക്കൂ, ഇതാണ് ഡൈമറൈസ്ഡ് ഫോം അസിറ്റിക് ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു അസിറ്റിക് ആസിഡിൻ്റെ മോളിക്യൂൾ CH3COOH, രണ്ടാമത്തെ മോളിക്യൂൾ CH3COOH. ഈ 2 മോളിക്യൂൾസും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ഇവ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റി നമുക്കറിയാം, എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. 2 അസിറ്റിക് ആസിഡ് മോളിക്യൂൾസ് ജോയിൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം? അസോസിയേഷൻ എന്ന് പറയാം. ഇത്തരത്തിൽ അസോസിയേഷനും ഡിസോസിയേഷനും ഒക്കെ സംഭവിക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ സൊല്യൂട്ട്സ് പല സോൾവൻസിലും അല്ലെങ്കിൽ പല സൊല്യൂഷൻസിലും പ്രസൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള സൊല്യൂട്ട്സ് പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന മോളിക്കുലാർ മാസ് തിയറട്ടിക്കൽ വാല്യൂവിനോട് സെയിം ആയിരിക്കുമോ? ആയിരിക്കില്ല. അസോസിയേഷൻ ഡിസോസിയേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സൊല്യൂഷൻസിൽ നമുക്ക് പറയാം മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യുന്നത് തിയറട്ടിക്കൽ വാല്യൂവിനോട് സെയിം ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ സെയിം ആയിരിക്കില്ല എന്ന് തന്നെ പറയാം. അത്തരം കേസുകളിൽ നമുക്ക് എങ്ങനെയാണ് മോളിക്കുലാർ മാസ് മെഷർ ചെയ്യുക? അത്തരം കേസുകളിൽ മോളിക്കുലാർ മാസ് തിയറട്ടിക്കൽ വാല്യൂവിനേക്കാൾ ഒന്നില്ലെങ്കിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. ആ മോളിക്കുലാർ മാസിനെയാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നത്. അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന സൊല്യൂട്ട് മോളിക്യൂൾസ് ഉള്ള സൊല്യൂഷനുകളിൽ ഇവയുടെ മോളിക്കുലാർ മാസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സാധാരണയായി കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും ലഭിക്കുക. ഇത്തരം മോളിക്കുലാർ മാസിനെയാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുക? 2 മോളിക്യൂൾസ് ഓഫ് അസിറ്റിക് ആസിഡ് എടുത്തിട്ട് അത് 1 മോളിക്യൂളായി മാറി അല്ലേ, അസോസിയേറ്റ് ചെയ്ത് 1 മോളിക്യൂളായി മാറി. നമുക്ക് എന്ത് പറയാം? അസോസിയേഷൻ ഡിക്രീസസ് ദ നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. അപ്പോൾ അസോസിയേഷൻ സംഭവിച്ചാൽ എന്ത് നമുക്ക് പറയാം? നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് കുറയുന്നു. നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് അതിൻ്റെതായ മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ ഡിസോസിയേഷൻ ആണെങ്കിലോ 1 മോൾ എടുത്തത് 2 മോളായി മാറി. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് സംഭവിച്ചത്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതും നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർമെൻറ്റിനെ വളരെയധികം ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നു? അബ്നോർമൽ മോളാർ മാസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു മോളാർ മാസസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് മോളാർ മാസിന് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അബ്നോർമൽ മോളിക്കുലാർ മാസസ് കാണിക്കുന്ന 1-2 എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അസോസിയേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ,
അസോസിയേഷൻ കൺസിഡർ ചെയ്യാനായിട്ട് നമ്മുടെ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ അണ്ടർഗോ ഡൈമറൈസേഷൻ, അതായത് 2 അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഒരു ബെൻസീൻ എന്ന് പറഞ്ഞ സോൾവെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സൊല്യൂട്ട് മോളിക്യൂള് ഡൈമറൈസ്ഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. നേരത്തെ കാണിച്ച പോലെ തന്നെ 2 അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇവ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ചാണ്. ഈ റെഡ് കളറിൽ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ അസറ്റിക് ആസിഡ് ഷോയിങ് ഡൈമറൈസേഷൻ ഇൻ ബെൻസീൻ, or we can say it is an example for association of molecules. ഇത്തരത്തിൽ അസോസിയേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? The association of molecules leads to decrease in the number of solute particles in the solution. അസോസിയേഷൻ നടക്കുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നു. ഇവിടെ 2 അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നത് യോജിച്ച് ഒന്നായി മാറി അല്ലേ? അപ്പോൾ അസോസിയേഷൻ നടക്കുമ്പോൾ ഇവയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഡ്യൂ ടു ദിസ് അസോസിയേഷൻ വി ക്യാൻ സേ ദാറ്റ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് solute particles in the solution and resulting decreasing in value of the colligative property. അതിൻ്റെ ഫലമായിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. എങ്ങനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു വരുന്നത്? ഇത്തരത്തിൽ ഉള്ള അസിറ്റിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 എന്നാണ്. എന്നാൽ ആക്ച്വൽ മോളാർ മാസ് എത്രയാണ് അസിറ്റിക് ആസിഡിൻ്റെ? 60 ആണ്. നമുക്ക് പറയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ മാസ്. അതുകൊണ്ട് തന്നെ അസോസിയേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് കുറവ് വരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അസോസിയേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന മോളാർ മാസ് സാധാരണയുള്ള മോളാർ മാസിനേക്കാളും കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസിനെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ചില അയോണിക് കോമ്പൗണ്ട്സ് ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പൊട്ടാസ്യം ക്ലോറൈഡിനെ കൺസിഡർ ചെയ്യാം. പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ ഡിസോസിയേറ്റ്സ് ഇൻ ടു പൊട്ടാസ്യം അയോൺസ് ആൻഡ് ഓൾസോ ക്ലോറിൻ അയോൺസ്. നമുക്കറിയാം 1 മോൾ പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം അയോൺസുമായിട്ടും അതുപോലെ തന്നെ Cl- അയോൺസുമായിട്ടും മാറുന്നു. സോ ടോട്ടലി 1 മോൾ എന്നുള്ളത് ഡിസോസിയേറ്റ് ചെയ്ത് 2 എണ്ണമായിട്ട് മാറും അല്ലേ? 2 മോൾസ് ആയിട്ട് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ലീഡ്സ് ടു എ ഡിഫറൻസ് ഇൻ ദ മോളാർ മാസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് ആസ് കമ്പയർഡ് ടു ദ നോർമൽ മോളാർ മാസ്. ഇത്തരത്തിൽ ഡിസോസിയേഷൻ സംഭവിക്കുന്ന ഒരു സൊല്യൂട്ട് എടുത്ത് ചെക്ക് ചെയ്താൽ കൂടെ നമുക്ക് കാണാം നോർമൽ കാണിക്കുന്ന മോളാർ മാസിൽ നിന്നും ഒരു വ്യത്യാസം അല്ലേ? ഇതിനെയാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഇത്തരത്തിലുള്ള ഡിസോസിയേഷൻ മൂലം ഇവ കാണുന്ന മോളാർ മാസ് എന്ന് പറയുന്നത് 37.25 ആണ്. എന്നാൽ ആക്ച്വൽ മോളാർ മാസ് എത്രയാണ്? 74.5 ആണ്. അതായത് ആക്ച്വൽ മോളാർ മാസിനേക്കാളും വളരെ കുറവ് മോളാർ മാസ് ആയി പൊട്ടാസ്യം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കാണപ്പെടുന്നു. ഇത്തരത്തിൽ മോളാർ മാസ് കുറയുന്നത് കൊണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? മോളാർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇവിടെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന മോളാർ മാസ് ആക്ച്വലുള്ള മോളാർ മാസിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നതിന് കാരണമാകുന്നു. The dissociation of molecules leads to increase in the number of particles in the solution, and we can say that there is an increase in the value of colligative property. അസോസിയേഷനും ഡിസോസിയേഷനും സംഭവിക്കുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ അതിൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു. അസോസിയേഷൻ സംഭവിക്കുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയാനും ഡിസോസിയേഷൻ സംഭവിക്കുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടാനും കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള മോളിക്യൂൾസ്, ഇത്തരത്തിലുള്ള സൊല്യൂട്ട്സ് പ്രസൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ മെഷർ ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ അപേക്ഷിച്ച് ഇവ വ്യത്യാസപ്പെട്ടതായി കാണുന്നു.
അതുകൊണ്ട് എപ്പോഴും ഓർക്കണം എന്താണ് അബ്നോർമൽ മോളാർ മാസ്, എന്താണ് അബ്നോർമൽ മോളാർ മാസിൻ്റെ സിഗ്നിഫിക്കൻസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.